വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ആവർത്തിച്ച് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ജി കെ പോർഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ SCRT ക്ലാസ്സുകൾ 2025 ചോദിച്ച പി എസ് സി ചോദ്യങ്ങൾ അതുപോലെ തന്നെ മോഡൽ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബുക്ക് ലെങ്സ് ഏത് ജീവിയുടെ ശ്വസനാവയവമാണ്? ബുക്ക് ലെങ്സ് ഏത് ജീവിയുടേതാണ്? എട്ടുകാലിയുടേതാണ് അല്ലേ. ബുക്ക് ലെങ്സ് എന്ന് പറയുന്നത് എട്ടുകാലിയുടെ ശ്വസനാവയവമാണ്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുകൾ കാണുന്നവർക്ക് മനസ്സിലാവും എല്ലാ ക്വസ്റ്റ്യൻസും പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പഠിച്ചു വയ്ക്കാം. ഭാരതത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച മലയാളി നയതന്ത്രജ്ഞൻ ആരാണ്? ഭാരതത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച മലയാളി നയതന്ത്രജ്ഞൻ ആരാണ്? KPS മേനോൻ. പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗം ഏതാണ്? പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗം ഏതാണ്? റെറ്റിനോപ്പതിയാണ് അല്ലേ. പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗമാണ് റെറ്റിനോപ്പതി. എന്നതാണ്? പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗമാണ് റെറ്റിനോപ്പതി. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ഘാനയാണ്. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ഘാന. 1840 കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ചത് ആരാണ്? 1840 എന്തുണ്ടായിരുന്നു? കറുപ്പ് യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചൈനയെ തോൽപ്പിച്ചത് ആരായിരുന്നു? ബ്രിട്ടനായിരുന്നു. ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലം ഏതാണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇന്ത്യ ആദ്യമായിട്ട് റോക്കറ്റ് വിക്ഷേപിച്ചത് തിരുവനന്തപുരത്തെ തുമ്പയിൽ നിന്നാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 15. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 15 ജഡ്ജിമാർ. അമരിഗോ വെസ്പുച്ചി ജനിച്ച രാജ്യം ഏതാണ്? അമരിഗോ വെസ്പുച്ചി ജനിച്ച രാജ്യം ഇറ്റലിയാണ്. അൽഷിമേഴ്സ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മസ്തിഷ്കത്തെ ബാധിക്കുന്നതാണ് അല്ലേ. അൽഷിമേഴ്സ് രോഗം, മറവി രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മസ്തിഷ്കത്തിലാണ് അൽഷിമേഴ്സ് രോഗം. മസ്തിഷ്കത്തിലാണ് ബാധിക്കുന്നത് അൽഷിമേഴ്സ് രോഗം. മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഭാരതപ്പുഴയിലെ കേട്ടോ. മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഭാരതപ്പുഴ നദിയുമായി ബന്ധപ്പെട്ടതാണ്. മൗലാന ആസാദ് തുടർച്ചയായി എത്ര വർഷം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു? മൗലാന ആസാദ് തുടർച്ചയായി എത്ര വർഷം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു? 6 വർഷം. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്ന ആരാണ്? ഗവർണർ. മണിബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 110. മണിബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 110. ഓക്കെ. ആരുടെ വിദ്വൽ സദസ്സായിരുന്നു കുന്നലക്കോ നാദിരിമാർ? ആരുടെ വിദ്വൽ സദസ്സായിരുന്നു? സാമൂതിരി. ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരുടെ ആത്മഹത്യയിൽ മനം നൊന്താണ് ചങ്ങമ്പുഴ രമണൻ രചിച്ചത്? ചങ്ങമ്പുഴയുടെയാണ് രമണൻ എന്ന് പറയുന്നത്. ആരുടെ ആത്മഹത്യയിൽ മനം നൊന്താണ്? ഇടപ്പള്ളി രാഘവൻ പിള്ള. നെക്സ്റ്റ്, 916 ഗോൾഡ് എന്നറിയപ്പെടുന്നത് എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ്? ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 916 ഗോൾഡ് എന്നറിയപ്പെടുന്നത് എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ്? 22 ക്യാരറ്റ് ആണ് അല്ലേ. 22 ക്യാരറ്റ് ആണ്. മധ്യപ്രദേശിൽ എവിടെയാണ് ആൽക്കലോയിഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിൽ എവിടെയാണ് ആൽക്കലോയിഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്? നീമഞ്ച്. മധ്യപ്രദേശിൽ സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്? ഹോഷംഗാബാദ്. മധ്യപ്രദേശിലെ മലഞ്ച് ഖണ്ഡഖനി ഏത് ലോഹത്തിനാണ് പ്രസിദ്ധം? ചെമ്പ്.
മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ജബൽപൂരാണ്. ജബൽപൂരാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ജബൽപൂർ. ഇനി 1857 കലാപകാലത്ത് നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത്? 1857 കലാപ സമയത്ത് നാനാ സാഹിബ് നേതൃത്വം നൽകിയത് കാൺപൂരിലാണ്. 1947 കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഈ ഒരു പെട്ടിയിൽ ഇങ്ങനത്തെ ബോക്സിൽ റൗണ്ട് ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണോ. ഓക്കെ, 1947 കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? തൃശ്ശൂരാണ്. 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. എപ്പോഴും ചോദിക്കുന്നതാണോ. നെക്സ്റ്റ്, മതേതര ഭരണഘടനയ്ക്ക് കീഴിൽ അധികാരത്തിലെത്തിയ നേപ്പാളിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? മതേതര ഭരണഘടനയ്ക്ക് കീഴിൽ അധികാരത്തിലെത്തിയ നേപ്പാളിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് KPS ഒലി. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം എന്താണ്? കാൽസ്യം സൾഫേറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമമാണ് കാൽസ്യം സൾഫേറ്റ്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയത്താണ്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. 2002 ഏറ്റവും മഹാനായ ബ്രിട്ടീഷുകാരനായി BBC തിരഞ്ഞെടുത്തത് ആരെയാണ്? 2002 ഏറ്റവും മഹാനായ ബ്രിട്ടീഷുകാരനായി BBC തിരഞ്ഞെടുത്തത് സർ വിൻസ്റ്റൺ ചർച്ചിലിനെയാണ്. 61-ാം ഭേദഗതിയിലൂടെ 1989 61-ാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ഇളവ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? 1989 61-ാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ഇളവ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്? ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് ND തിവാരി. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം ഇംഗ്ലീഷ് ആക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം ഇംഗ്ലീഷ് ആക്കിയ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക്. ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ഒരു ഭാരതരത്നം ജേതാവിൻ്റെ ജന്മദിനമാണ്. ആരുടേതാണ്? ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്ന ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ BC റോയ് ആണ്. ഡോക്ടർ BC റോയ്ക്ക് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ത്യയിലെ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്ന ഡോക്ടർ BC റോയുടെ ജന്മദിനമാണ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ് ആരാണ്? ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് അഞ്ചാമൻ. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് സഞ്ചാരി ആരാണ്? ഫാഹിയാൻ ആണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് സഞ്ചാരി. ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനും ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് സഞ്ചാരി ആരാണ്? ഫാഹിയാനുമാണ്. ഇന്ത്യയിൽ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഇന്ത്യ ഏത് സ്ഥലത്തെയാണ് ഇന്ത്യയിൽ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്? കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂവിഭാഗമാണ് ഉത്തര ഗംഗാ സമതലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂവിഭാഗം. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1857 ആണല്ലേ. 1857 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന് പ്രഖ്യാപിച്ചത്. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC-യിലാണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. രാഷ്ട്രപതി പ്രഥമ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട തീയതി ഏതാണ്? ആദ്യത്തെ മന്ത്രിസഭയാണ് അല്ലേ ഏത്? EMS മന്ത്രിസഭ എന്ന് പറയുന്നത്. പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31-നാണ്. 1959 ജൂലൈ 31. രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് ഡോക്ടർ S. രാധാകൃഷ്ണൻ. രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് ഡോക്ടർ S. രാധാകൃഷ്ണൻ. രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ ആദ്യ അധ്യക്ഷൻ ഡോക്ടർ S. രാധാകൃഷ്ണനാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ SV. കൃഷ്ണമൂർത്തിയാണ്. രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ.
ഈഗിൾ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ട പദമാണ്? ഈഗിൾ എന്ന് പറയുന്നത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ട പദമാണ്? ഗോൾഫ് ട്ടോ, ഗോൾഫാണ്. ഈഗിൾ എന്ന് പറയുന്ന ഈഗിൾ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ട പദമാണ്? ഗോൾഫ്. ലാൽ ബഹദൂർ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം എവിടെയാണ്? മസൂറിയാണ് ലാൽ ബഹദൂർ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം എവിടെയാണ്? മസൂറി. ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്നത് വിജയ്ഘട്ടിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്നത്. ലിബർഹാൻ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? ലിബർഹാൻ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്? ബാബറി മസ്ജിദ് തകർക്കലിനെയാണ് ലിബർഹാൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ബാബറി മസ്ജിദ് തകർക്കലിനെ കുറിച്ച് അന്വേഷിച്ചതാണ്. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെയാണ്? ലിക്വിഡ് പാർട്ടി എപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിലായി കാണും. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെയാണ്? ഇസ്രായേലിലാണ്. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെയാണ്? ഇസ്രായേലിലാണ്. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഹരിയാന. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. ഏറ്റവും ഒടുവിൽ രൂപവൽകൃതമായ അമേരിക്കൻ സ്റ്റേറ്റ് ആണ് ഹവായ് ദ്വീപുകൾ. ഏറ്റവും ഒടുവിൽ രൂപവൽകൃതമായ അമേരിക്കൻ സ്റ്റേറ്റ് ഏതാണ്? ഹവായ് ദ്വീപുകളാണ്. ഏറ്റവും ഒടുവിൽ രൂപവൽകൃതമായ അമേരിക്കൻ സ്റ്റേറ്റ് ഹവായ് ദ്വീപുകൾ. ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ നേതാവ് ആരാണ്? ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ നേതാവാണ് സർദാർ പട്ടേൽ. ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ നേതാവാണ് സർദാർ പട്ടേൽ. ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് മൗമൗ? ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ്? കെനിയയിലാണ് മൗമ എന്ന് പറയുന്നത്. കെനിയയിലെ സ്വതന്ത്ര പ്രസ്ഥാനമാണ്. ഏത് രാജ്യത്തെ സൈനികനാണ് ടോമി അറ്റ്കിൻസ് എന്നറിയപ്പെടുന്നത്? ഏത് രാജ്യത്തെ സൈനികനാണ് ടോമി അറ്റ്കിൻസ്? ബ്രിട്ടനിലെയാണ് ടോമി അറ്റ്കിൻസ്. വജ്രത്തിന് സമാനപരമായ പരൽഘടനയുള്ള മൂലകം ഏതാണ്? ഇത് വജ്രത്തിന് സമാനമായ പരൽഘടനയുള്ള മൂലകം ഏതാണ്? ജെർമേനിയമാണ്. വജ്രത്തിന് സമാനമായ ഘടനയുള്ള മൂലകം ഏതാണ്? ജെർമേനിയം. ഒന്നാം ലോകസഭയിലെ മണ്ഡലങ്ങൾ. ഒന്നാം ലോകസഭയിൽ 489 മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാം ലോകസഭയിൽ 489 മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാം കേരള നിയമസഭയിൽ EMS പ്രതിനിധാനം ചെയ്ത മണ്ഡലം ഏതാണ്? ഒന്നാം കേരള നിയമസഭയിൽ EMS പ്രതിനിധാനം ചെയ്ത മണ്ഡലം ഏതാണ്? നീലേശ്വരമാണ്. ഒന്നാം കേരള നിയമസഭയിൽ EMS പ്രതിനിധാനം ചെയ്ത മണ്ഡലം ഏതാണ്? നീലേശ്വരം. വന്നു കണ്ടു കീഴടക്കി ഈ വാക്കുകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വന്നു കണ്ടു കീഴടക്കി ഈ വാക്കുകൾ ആരുമായി ബന്ധപ്പെട്ടതാണ്? ജൂലിയസ് സീസറുമായി ബന്ധപ്പെട്ടതാണ് വന്നു കണ്ടു കീഴടക്കി ഈ വാക്കുകൾ. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയതാരാണ്? ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയതാരാണ്? ആൽഫ്രഡ് വെഗ്നറാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയത്. വാണ്ടല്ലൂർ സുവോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? വാണ്ടല്ലൂർ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കപ്പൽ മാർഗം 6 പ്രാവശ്യം ഇന്ത്യയിൽ വരികയും ഷാജഹാന്റെയും ഔറംഗസേബിന്റെയും കാലത്തെപ്പറ്റി വിവരിച്ചെഴുതുകയും ചെയ്ത ഫ്രഞ്ചുകാരൻ ആരാണ്? കപ്പൽ മാർഗം 6 പ്രാവശ്യം ഇന്ത്യയിൽ വരികയും ഷാജഹാന്റെയും ഔറംഗസേബിന്റെയും കാലത്തെപ്പറ്റി വിവരിച്ചെഴുതുകയും ചെയ്ത ഫ്രഞ്ചുകാരൻ ആരാണ്? ജീവ് ബാപ്റ്റിസ്റ്റ് ടവേണിയർ. വണ്ടർ ദാറ്റ് ഈസ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എൽ ഭാഷമാണ് വണ്ടർ ദാറ്റ് ഈസ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. വല്ലഭ്ഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ എന്നല്ല പറയാം. അപ്പോൾ സർദാർ എന്ന് പറഞ്ഞ പദവി നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ. ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ ഡി സിയിലാണ്. ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി. ഇനി ഓർഡിനൻസിൻ്റെ കാലാവധി എത്രയാണ്? 6 മാസമാണ്. എത്രയാണ്? 6 മാസം. ഓർണിത്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ്. പക്ഷികൾ. വാക്വം ക്ലീനർ കണ്ടുപിടിച്ചത് ആരാണ്? യൂസ് ഡബ്ല്യു മക്ഗഫി. ഓസ്കർ ശില്പം രൂപകൽപ്പന ചെയ്ത ആരാണ്? സെഡ്രിക് ഗിബ്ബൺസ് ആണ്. ഓസ്കർ ശില്പം രൂപകൽപ്പന ചെയ്ത ആരാണ്? സെഡ്രിക് ഗിബ്ബൺസ്.
വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ ആദ്യ രാജ്യം ഏതാണ്? വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങിയത് ജപ്പാനിലാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ ആദ്യ രാജ്യം ഏതാണ്? ജപ്പാനാണ് വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ ആദ്യ രാജ്യം. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹത്തി. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹത്തി. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ളത് ഏത് സംസ്ഥാനത്തിലാണ്? വടക്കു കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ളത് ഏതിനാണ്? അരുണാചൽ പ്രദേശിനാണ്. ഇനി ഒപ്പെക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഒപ്പെക്കിൻ്റെ ആസ്ഥാനം വിയന്നയിലാണ്. ഒപ്പെക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വിയന്ന. വടക്കു നോക്കി യന്ത്രം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതാണ്? വടക്കു നോക്കി യന്ത്രം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. വടക്കു നോക്കി യന്ത്രം ആദ്യമായി ഉപയോഗിച്ചത് ചൈനയാണ്. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്കേ അമേരിക്കയിൽ നിന്നും റോക്കി പർവ്വതത്തിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ചിനൂക്ക്. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഇനി വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും വേർതിരിക്കുന്നത് ഏതാണ്? വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയും വേർതിരിക്കുന്നത് പനാമ കനാലാണ്. വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയും വേർതിരിക്കുന്ന ഏതാണ്? പനാമ കനാൽ. പനാമ കനാൽ. കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഭുവനേശ്വറിനെയാണ്. കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഭുവനേശ്വറിനെയാണ്. ഇനി കപ്പലോട്ടിയ തമിഴ് എന്നറിയപ്പെടുന്ന ആരെയാണ്? കപ്പലോട്ടിയ തമിഴ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വി.ഒ. ചിദംബരം പിള്ളയാണ് അല്ലേ? വി.ഒ. ചിദംബരം പിള്ളേനെയാണ് കപ്പലോട്ടിയ തമിഴ് എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ള. കട്ടക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ്? കട്ടക്ക് നഗരം മഹാനദിയുടെ തീരത്താണ്. കട്ടക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ്? മഹാനദിയുടെ തീരത്താണ് കട്ടക്ക് നഗരം. കൺഫ്യൂഷ്യനിസം ഏത് രാജ്യത്താണ് പ്രചരിച്ചത്? കൺഫ്യൂഷ്യനിസം ഏത് രാജ്യത്താണ് പ്രചരിച്ചത്? ചൈനയിൽ ട്ടോ. ചൈനയിലാണ് കൺഫ്യൂഷ്യനിസം പ്രചരിച്ചത്. ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. കരീബിയൻ രാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും വലുതേതാണ്? ക്യൂബയാണ്. കരീബിയൻ രാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും വലുതേതാണ്? ക്യൂബയാണ്. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണം ചോദിച്ചിട്ടുണ്ട്. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഏതാണ്? പുല്ലാങ്കുഴൽ. പുല്ലാങ്കുഴൽ. ഇനി മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര നാഡികളാണുള്ളത്? 43 ജോഡി നാഡികളാണുള്ളത്. 43 ജോഡി നാഡികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? അസ്ഥി മജ്ജയിലാണല്ലേ? ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്ന മജ്ജയിലാണ്. ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ റിഫ്ലെക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് ഏതാണ്? ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ റിഫ്ലെക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡാണ്. ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവമാണ് ഏത്? കരളാണ്. ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവം ഏതാണ്? കരളാണ്. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥി. ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് വൃക്കയാണ്. എന്നാൽ പറഞ്ഞു എന്തെങ്കിലും വിഷവസ്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നശിപ്പിക്കുന്ന അവയവം എന്ന് പറയുന്നത് കരളാണ്. ശുചിയാക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വൃക്കയാണ്. വന്നു കണ്ടു കീഴടക്കി ഈ വാക്കുകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കും? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ. വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നത് ജൂലിയസ് സീസറുമായി ബന്ധപ്പെട്ടതാണ്. ഇനി കറുപ്പ് ലഭിക്കുന്ന സസ്യം ഏതാണ്? പോപ്പിയാണല്ലേ. പോപ്പിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇനി കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ഇരുമ്പും കൽക്കരിയാണ്. കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ഇരുമ്പും കൽക്കരിയാണ്. ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് മൗമോ? നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് മൗമോ? കെനിയയിലാണല്ലേ. കെനിയയിലാണ്. ഗവൺമെൻറ് സർവീസ് വിഭാഗത്തിൽ മക്സേ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് ആരാണ്? ഗവൺമെൻറ് സർവീസ് വിഭാഗത്തിൽ മക്സേ അവാർഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നേടിയത് C.D. ദേശ്മുഖ്. 1959 C.D. ദേശ്മുഖ് ഗവൺമെൻറ് സർവീസ് വിഭാഗത്തിൽ നിന്നും മക്സേ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് നേടിയത്. ശരീരം വിയർക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? ശരീരം വിയർക്കുന്നതിനാണ് താപനില ക്രമീകരിക്കലിനാണല്ലേ. ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതാണ് ശരീരം വിയർക്കുന്നത് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നതാണ് താപനില ക്രമീകരിക്കലാണ്. കാൻ ചലച്ചിത്രോത്സവം ഏത് രാജ്യത്താണ്? കാൻ ചലച്ചിത്രോത്സവം ഏത് രാജ്യത്താണ്? ഫ്രാൻസിലാണല്ലേ. കാൻ ചലച്ചിത്രോത്സവം ഏത് രാജ്യത്തെയാണ്? ഫ്രാൻസിലാണ്. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ലെഡ് അല്ലെങ്കിൽ ഈയം ആണ്. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ലെഡ് അല്ലെങ്കിൽ ഈയം ആണ്.
കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ഏതാണ്? കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ഏതാണ്? ആന്ത്രാസൈറ്റ് ആണ്. ആന്ത്രാസൈറ്റിലാണ് ഏറ്റവും കൂടുതൽ കാർബണിൻ്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാളിദാസന്റെ ഏത് കൃതിയാണ് കേരളവുമായി ബന്ധപ്പെട്ട പരശുരാമ കഥ പ്രതിപാദിക്കുന്നത്? കാളിദാസന്റെ ഏത് കൃതിയിലാണ് കേരളവുമായി ബന്ധപ്പെട്ട പരശുരാമ കഥ പ്രതിപാദിക്കുന്നത്? രഘുവംശത്തിലാണ്. രഘുവംശത്തിലാണ്. ശിശുക്ഷേമ സമിതികളുടെ പ്രവർത്തന പരിധി ഏതാണ്? ശിശുക്ഷേമ സമിതികളുടെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ജില്ലയാണ്. കടലാസ് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതാണ്? കടലാസ് ആദ്യമായിട്ട് ചൈനയിലാണ് ഉപയോഗിക്കുന്നത്. സർദാർ പട്ടേൽ ഇന്റർനാഷണൽ വിമാനത്താവളം എവിടെയാണ്? സർദാർ പട്ടേൽ ഇന്റർനാഷണൽ വിമാനത്താവളം അഹമ്മദാബാദിലാണ്. സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ്? ചോദിക്കാറുണ്ട് അല്ലേ. സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ്? നർമ്മദാ നദിയിലാണ്. നർമ്മദാ നദിയിലാണ്. സർദാർ കെ എം പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? കാവാലം മാധവ പണിക്കർ എന്നാണ്. സർദാർ കെ എം പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? കാവാലം മാധവ പണിക്കർ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് ആരാണ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് ഫ്രെഡറിക് ടൈലറാണ്. സയൻറ്റിഫിക് സോഷ്യലിസത്തിൻ്റെ പിതാവ് കാർൽ മാർക്സ് ആണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് ഫ്രെഡറിക് ടൈലറും സയൻറ്റിഫിക് സോഷ്യലിസത്തിൻ്റെ പിതാവ് ആരാണ്? കാർൽ മാർക്സ് ആണ്. ലാൽ ബഹദൂർ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആസ്ഥാനം എവിടെയാണ്? മസൂറിയിലാണ്. ലാൽ ബഹദൂർ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആസ്ഥാനം എവിടെയാണ്? മസൂറിയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മൾ പറഞ്ഞു വിജയ്ഘട്ടിലാണെന്നല്ലേ. കടലിനടിയിലെ കൊടുമുടികൾ കൂടി കണക്കാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? മൗനാക്കിയാണ്. കടലിനടിയിലെ കൊടുമുടികൾ കൂടി കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? മൗനാക്കിയാണ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.